ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒക്ടോബർ 7, 2025 അസിസ്റ്റൻ്റ് ടൈം കീപ്പർ മെയിൻ എക്സാമിന് ചോദിച്ച കണക്കിലെ ഒരു ചോദ്യം. കണക്കിൽ സാധാരണമായി സ്ഥിരം കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഈ ചോദ്യം എങ്ങനെയാണ് വേഗത്തിൽ അനലൈസ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം. ചോദ്യം കാണുമ്പോൾ തന്നെ ആദ്യം 3/5 ഇൻറ്റു 5/4 ഇൻറ്റു 7/3 ഡിവൈഡഡ് ബൈ. ഇനി തൊട്ട് താഴത്തെ സംഖ്യകൾ നോക്കുക. അതെല്ലാം അല്പം വലിയ സംഖ്യകളാണ്. അതായത് തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്ന ഏതിൻ്റെയെങ്കിലും ഘടകങ്ങൾ ആയിരിക്കും. അങ്ങനെയാണ് സാധാരണ ചോദ്യം കാണാറുള്ളത്. കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കാറില്ല. എളുപ്പത്തിൽ തന്നെ ആൻസർ ലഭിക്കുവാൻ കിട്ടുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 21 നമുക്ക് എങ്ങനെ ഘടകങ്ങളാക്കാം? 3 × 7 21. അതായത് 3 × 7 അതെന്താണ്? 21 തുല്യമാണ്. അതിനുശേഷം 21 ഹോൾ ക്യൂബല്ലേ, അത് എഴുതി. ഇൻറ്റു 25 എങ്ങനെ ഘടകങ്ങളാക്കാം? 5ൻ്റെ സ്ക്വയർ, 5ൻ്റെ ഘടകമാണ് 25. അങ്ങനെ ആണെങ്കിൽ 25 5 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. 5 സ്ക്വയർ. ബാക്കിയുള്ളത് ഇവിടെ ഒരു സ്ക്വയർ ബാലൻസ് ഉണ്ടല്ലോ വീണ്ടും. അതായത് 5 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, 5ൻ്റെ സ്ക്വയറിൻ്റെ സ്ക്വയർ. അതായത് 25 5ൻ്റെ സ്ക്വയർ എന്ന് എഴുതി. ഇതാണ് 25. ബാക്കി അവശേഷിക്കുന്ന സ്ക്വയർ അവിടെ എഴുതി. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. 3 × 7 ദ ഹോൾ ക്യൂബ്, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ക്യൂബ് ഇൻറ്റു 7 ക്യൂബ് എന്ന് എഴുതാം. അതായത് 3 ക്യൂബ് ഇൻറ്റു 7 ക്യൂബ് എന്ന് എഴുതാം. ഇൻറ്റു 5 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, അതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ഇവിടെ മായ്ച്ചിട്ട് ഇതിനെ നമുക്ക് 5/4 എന്നും എഴുതാം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് മുകളിലത്തും താഴെയും ഏകദേശം ഒരേപോലെ കിട്ടുന്നു. ഇതിന് ഒരേപോലെയുള്ളതെല്ലാം ക്യാൻസൽ ചെയ്യുക. ഇതിനെല്ലാം ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻ തൊട്ട് താഴെ പറഞ്ഞു തരാം. ബാക്കിയുള്ളത് 7 ക്യൂബ് ക്യാൻസലായി. ബാക്കിയുള്ളത് 3/5 ഡിവൈഡഡ് ബൈ 3 ക്യൂബ്. ഇവിടെ ഒരു ഫോർമാറ്റ്, അതായത് ഒരു ഇക്വേഷൻ ഫോർമാറ്റ് രൂപത്തിലാണ് കിടക്കുന്നത്. അതായത് അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത്? a/m/a/n എന്ന് പറയുന്നത് a/m-n. അതായത് a എന്ന് പറയുന്നത് 3 ഇവിടെ m 5 n 3. അപ്പോൾ 5 - 3, 5 - 3 എത്രയാണ്? 2. അതായത് a/m/a/m n എന്ന് പറയുന്നത് a/m-n. അതായത് 3/5 - 3 3 സ്ക്വയർ 3 സ്ക്വയർ എത്രയാണ് വരുന്നത്? 3 × 3 9 വരുന്നത്. ആൻസർ വരും ഓപ്ഷൻ എ കിടപ്പുണ്ട്, 9. അപ്പോൾ ഇതിങ്ങനെ ബേസിക്കായിട്ടൊരു പ്രോബ്ലം ചെയ്ത് പറഞ്ഞു തന്നു. ഇനിയാണെങ്കിൽ ഇവിടെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. സിമ്പിളായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ്. അതിൽ ആദ്യത്തെ ഇക്വേഷൻ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. a/m ഡിവൈഡഡ് ബൈ a/n എന്ന് പറയുന്നത് a/m-n. ഓക്കെ. രണ്ടാമത്തത് a/m ഇൻറ്റു a/n എന്ന് പറയുന്നത് a/m+n. a/m+n. ഓക്കെ. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. a/m/a/n എന്ന് പറയുന്നത് a/m-n, a/m ഇൻറ്റു a/n എന്ന് പറയുന്നത് a/m+n. ഇനിയുള്ളത് a/m. ശ്രദ്ധിക്കുക. a/m ദ ഹോൾ n എന്ന് പറയുന്നത് a/m-n. അത് ഗുണിക്കുന്നതിന് തുല്യമാണ്. അതായത് a/m ദ ഹോൾ n എന്ന് പറയുന്നത് a/m-n എന്നും ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ab അടുത്തൊന്ന് ശ്രദ്ധിക്കുക. ab ദ ഹോൾ n എന്ന് പറയുന്നത് എന്താണ്? a/n
ഇൻറ്റു ബി റൈസ് ടു എൻ. ഓക്കെ, എ ബി ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എൻ ഇൻറ്റു ബി റൈസ് ടു എൻ. അപ്പോൾ ഇത്രയുമാണ് ഇവിടെയുള്ള ഇക്വേഷൻസ്. ഇത്രയൊന്നും കുറിച്ചെടുക്കുക. ഇങ്ങനത്തെ കണക്കുകൾ ഒന്ന് അനലൈസ് ചെയ്യുക, ആൻസർ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, താങ്ക് യു.